തിരുവനന്തപുരത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയായി വരികയായിരുന്നു. എന്ന് പറഞ്ഞാൽ ബി ജെ പി പ്രതീക്ഷിച്ചതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു. അതിലൂടെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതിയൊരു കാൽവെപ്പ് നടത്താം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നൊരു പാർലമെൻറ്റ് സീറ്റും ലഭിച്ചു. അപ്പം ഓരോ ചുവടുവയ്പ്പും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അമിത്ഷാ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആദ്യം തദ്ദേശം പിടിക്കും. അതാണ് അതിൻ്റെ ഒരു ചുവടുവയ്പ്പ്. അത് തിരുവനന്തപുരം സംസ്ഥാന തലസ്ഥാനം കിട്ടിയതാണ് ഏറ്റവും പ്രധാനം. അപ്പം തല കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി അങ്ങോട്ടല്ല എളുപ്പമാക്കാം എന്നാണല്ലോ നമ്മുടെയൊക്കെ ഒരു കണക്കുകൂട്ടൽ. അങ്ങനെ 50 സീറ്റും നേടി നിൽക്കുമ്പോഴാണ് വളരെ മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ആരായിരിക്കും മേയർ എന്നുള്ള കാര്യത്തിൽ. മേയറായിട്ട് ബി ജെ പി തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആരെയോ ഉയർത്തി കാണിച്ചില്ല എങ്കിലും എല്ലാവർക്കും വായിച്ചെടുക്കാമായിരുന്നു 1-2 പേരുകൾ. തിരുവനന്തപുരത്തുകാർക്ക് അറിയാൻ കഴിഞ്ഞു. എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത്തരത്തിലൊരു വിജയം നേടിയെന്ന് നമ്മൾ ആദ്യം ചോദിച്ചാൽ, കഴിഞ്ഞ 5 വർഷക്കാലത്തെ തിരുവനന്തപുരം നഗരത്തിലുണ്ടായ ഭരണം അത്ര വളരെ തരം താഴ്ന്ന തരത്തിലുള്ള പകൽക്കൊള്ള നടത്തുന്ന ഒരു CPM-ൻ്റെ ഭരണം ആയിരുന്നു നടന്നിരുന്നത്. സംസ്ഥാന തലസ്ഥാനത്താണ് എന്നോർക്കണം. ജനങ്ങളോട് വളരെ പുച്ഛമായ മനോഭാവം വെച്ച് പുലർത്തുന്ന ഒരു ധിക്കാരിയായ മേയറെയാണ് തിരുവനന്തപുരം കണ്ടത്. അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ജനം നൽകിയത്. അതുകൊണ്ടാണ് പാർട്ടി അത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ആ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ ഒരിടങ്ങളിലേക്ക് പോലും, ഒരു കുടുംബയോഗത്തിലേക്ക് പോലും കടത്തിവിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വിട്ടിരുന്നുവെങ്കിൽ CPM-കാർക്ക് സംപൂജ്യരായിട്ടിരിക്കാമായിരുന്നു തിരുവനന്തപുരത്ത്. അതവർ മണത്തറിഞ്ഞു. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ തന്നെ അവർ മറ്റൊരു രീതിയിലേക്ക് മാറ്റിവിടുകയും ചെയ്തു. എന്നാൽ ബി ജെ പി അത് വേണ്ട തരത്തിൽ നേട്ടമുണ്ടാക്കി എന്ന് കരുതുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയറായിട്ട് വരാൻ പലരും കണക്ക് കണ്ടിരുന്നത് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ മത്സരിച്ച് വിജയിച്ച ശ്രീലേഖയാണ്. ആദ്യ വനിതാ IG എന്നുള്ള IPS-കാരി എന്നൊക്കെയുള്ള ഒരു സ്ഥാനവും വിശേഷണവും ഒക്കെയുള്ള ഒരു പോലീസ് ഓഫീസറായിരുന്ന ശ്രീലേഖ വരുന്നത് എന്തുകൊണ്ടും തിരുവനന്തപുരത്തിനൊരു നേട്ടമാണ്. തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറും. അത് ഒരു ഹൈ പ്രൊഫൈലാണ് IG ശ്രീലേഖയിലൂടെ തിരുവനന്തപുരത്തിന് കിട്ടാൻ പോകുന്നത്. തിരുവനന്തപുരം എപ്പോഴും അങ്ങനെയാണ്, ഈ ഒരു വലിയ അക്കാദമിക് നിലവാരമുള്ളവരെ അംഗീകരിച്ച് കണ്ടിട്ടുള്ള ഒന്നാണ്. പക്ഷെ പണ്ടങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പണ്ട് ഇപ്പോൾ ചാൾസിൻ്റെ മുമ്പിൽ ONV കുറിപ്പ് തോറ്റില്ലേ? അങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ അന്ന് ONV അല്ലേ ജയിക്കേണ്ടത്? പാട്ടെഴുത്തുകാരന് പാർലമെൻറ്റിൽ എന്തേ കാര്യം എന്നായിരുന്നു മറ്റുള്ളവർ വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. ചാൾസ് ഇവിടുത്തെ വർഗീയതയിലൂടെയൊക്കെ തന്നെ അങ്ങ് ജയിച്ചു കയറി പോവുകയും ചെയ്തു. പിന്നെ അന്ന് കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗമാണ് അന്ന് കേരളത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് നമ്മൾ ഈ ശശി തരൂരിൻ്റെ ആ ഒരു കാലം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തരൂർ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ പോലും 2009-ലും 2014-ലും 2019-ലും ഒടുവിൽ വന്നിട്ട് 2024-ലും വിജയിച്ചു കയറി. അത് തരൂരിൻ്റെ ആ ഒരു വിശ്വപൗരൻ എന്നുള്ള ആ പ്രൊഫൈലാണ്. കാരണം പുതിയ കാലത്തിലേക്ക് വന്നപ്പോൾ പുതുതലമുറ തരൂരിനെ ഇത്തരത്തിലാണ് കണ്ടിരുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരത്തൊരു മേയർ അത്തരത്തിൽ ഒരാളാകുമ്പോൾ അതിനെ അംഗീകരിക്കാൻ ജനം തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ ഇതിനെ ചൊല്ലി കലഹമുണ്ടാകുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇതിൻ്റെ കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി ഇവിടുന്ന് എല്ലാ വിവരങ്ങളും ശേഖരിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചത്.
കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ട് BJP കേന്ദ്ര ഘടകം തന്നെ തിരുവനന്തപുരത്തിൻ്റെ മേയറെ പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലാക്കും. കാരണം കേന്ദ്ര ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ ചൊല്ലി കലഹം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. നമ്മൾക്കറിയാം, ഇവർക്ക് സീറ്റില്ലാതിരുന്ന, ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന കാലത്തും ഏറ്റവും കൂടുതൽ വിഭാഗീയത നടത്തിയ ഒരു പാർട്ടി ആയിരുന്നു BJP എന്നുള്ളതാണ്. എത്ര ഗ്രൂപ്പുകളാണ്, സുരേന്ദ്രൻ പക്ഷം, മുരളീധരൻ പക്ഷം, ഇങ്ങനെ പോവുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ഇനിയെങ്കിലും ക്ലച്ച് പിടിക്കണമെന്ന് ഒരു ബോധമുള്ളത് കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. വിഭാഗീയത മുഴുവൻ മാറ്റി ഒരു കുടക്കീഴിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഒരു മുന്നറിയിപ്പും കൊടുത്തു. ഒരു മേയറായിട്ട് ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇന്നാരായിരിക്കും മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു എതിരഭിപ്രായവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരാളെ മേയറാക്കിയേ പറ്റുള്ളല്ലോ. ഇതിനകത്ത് യാതൊരു മുറുമുറുപ്പും കുശുകുശുപ്പും ഉണ്ടാകേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു. അപ്പോൾ പിന്നാമ്പുറ വർത്തമാനമായിട്ട് നമ്മൾ കേൾക്കുന്നത്, ഒരുപക്ഷെ ശ്രീലേഖയെ മേയറാക്കി കഴിഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ നിർത്തി മത്സരിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. വട്ടിയൂർക്കാവിന് മറ്റ് ചില അവകാശികൾ കൂടി ഉണ്ടെന്ന് ഓർക്കണം. അത് വളരെ മുന്നേ തന്നെ രാജീവ് ചന്ദ്രശേഖർ കൃഷ്ണകുമാറിന് കൊടുക്കാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അതിനോടൊപ്പമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത് ശ്രീലേഖയെ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കും, അവിടെ നിന്ന് വിജയിക്കുന്ന അവസരത്തിൽ VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നത്. ഇപ്പോൾ മുൻതൂക്കം നിൽക്കുന്നത് ശ്രീലേഖയ്ക്കാണ്. VV രാജേഷിന്റെ ഭരണപരിചയമുണ്ട് എന്നാണ് ചില പാർട്ടിയിൽ ചിലർ പറയുന്നത്. ഈ ശ്രീലേഖയുടെ VV രാജേഷിന്റെ ഒരു പട്ടികയുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പോയത്. അതിനെ അട്ടിമറിക്കാനായിട്ട് ശ്രീലേഖയ്ക്കാണ് മുൻതൂക്കം. അതിനെ അട്ടിമറിക്കാനായിട്ട് കേരളത്തിലെ BJP-ക്കാർ ചിലർ സംഘം ചേർന്നുകൊണ്ട് രാജേഷിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. കാരണം രാജേഷിനാണ്, ശ്രീലേഖയ്ക്ക് ഭരണപരിചയമില്ല എന്നാണ് പറയുന്നത്. ശ്രീലേഖയ്ക്ക് ഭരണപരിചയം, ഏത് തരത്തിലുള്ള ഭരണപരിചയം? ഇതിനൊക്കെയാണല്ലോ ചില രാഷ്ട്രീയ കാര്യങ്ങൾ ഉപദേശിക്കാനും ഭരണപരമായ കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാനും രാഷ്ട്രീയ കാര്യസമിതി വരുന്നത്. ഇവിടെ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ മുഴുവൻ വരുന്നത് ഇവിടെ AKG സെന്ററിൽ നിന്നാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്ത് 10 വർഷമായിട്ട് പിണറായി വിജയനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അല്ല, അത് AKG സെന്ററിൽ നിന്നൊന്നും വരുന്നില്ല. പണ്ട് EK നായനാർ പറഞ്ഞിട്ടില്ലേ, എടോ അതൊക്കെ അവിടുന്നാണ്, AKG സെന്ററിൽ നിന്നാണ് എല്ലാം വരുന്നത്. പാർട്ടി സെക്രട്ടറി തീർച്ചപ്പെടുത്തും. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരായിരുന്നു? പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. VS-ന്റെ കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നു. ചുറ്റിനും ആരായിരുന്നു? പിണറായിയുടെ ആൾക്കാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് ആയിരുന്നല്ലോ കാര്യങ്ങളെല്ലാം നിർദ്ദേശിച്ചിരുന്നത്. എന്ന് പറഞ്ഞതുപോലെ മാരാർജി ഭവനിൽ നിന്ന് അവിടെ ശ്രീലേഖയുടെ കയ്യും കാലും കെട്ടിയിടുന്ന പോലെ പറഞ്ഞത്, നിർദ്ദേശം കൊടുക്കാനായിട്ടൊരു പ്രത്യേക സമിതി തന്നെ ഉണ്ടല്ലോ. ഈ ശ്രീലേഖയ്ക്ക് പിന്നെ പ്രത്യേകിച്ചൊരു ഈ കാര്യങ്ങളിൽ പരിശീലനം നൽകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പോലീസ് തലപ്പത്തിരുന്നതല്ലേ. ഇവരെക്കാളൊക്കെ എത്രയോ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ശ്രീലേഖയെ, തിരുവനന്തപുരത്തിനെ ഒരു ഗ്ലാമർ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ അട്ടിമറിക്കാനാണ് ഇവിടുത്തെ BJP പ്രവർത്തകർ തയ്യാറാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ അവസാന നിമിഷത്തിൽ ഈ BJP-യിൽ ഇക്കാര്യത്തെ ചൊല്ലി ഒരു കലഹം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പാർട്ടിക്ക് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദോഷമാണ് എന്നുള്ള വിവരം മനസ്സിലാക്കിയിരുന്നാൽ നല്ലതായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.